നമസ്കാരം. അസാധാരണ കോശങ്ങളുടെ അനിയന്ത്രിതമായ വളർച്ചയും വ്യാപനവും സ്വഭാവ സവിശേഷതയുള്ള ഒരു കൂട്ടം രോഗങ്ങളാണ് ക്യാൻസർ എന്ന് പറയുന്നത്. ശരീരത്തിലെ ഏത് അവയവത്തെയും ക്യാൻസർ ബാധിച്ചേക്കാം. അതിവേഗം വിഭജിക്കുന്ന കോശങ്ങളിൽ പൊതുവെ ക്യാൻസർ കൂടുതലായും കണ്ടുവരുന്നുണ്ട്. ഈ അടുത്തിറങ്ങിയ കണക്കുകൾ പ്രകാരം കേരളത്തിലെ ക്യാൻസർ രോഗികളുടെ എണ്ണത്തിൽ വർധനയെന്നാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം. ഇന്ന് അർബുദത്തെക്കുറിച്ച് സംസാരിക്കാനായി ആസ്ട്ര മെഡിസിറ്റിയിലെ മെഡിക്കൽ ഓങ്കോളജി സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ അരുൺ ആർ വായറ്റാണ് നമ്മുടെ അതിഥി. ഡോക്ടർ, സ്വാഗതം പരിപാടിയിലേക്ക്. ഡോക്ടർ, ഈ ക്യാൻസർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ പേടി തോന്നുന്നൊരു അസുഖം തന്നെയാണ്. അതിപ്പോൾ പൂർണ്ണമായും മാറാനുള്ളൊരു സാധ്യതയും അല്ലെങ്കിൽ പല രോഗികളുടെയും കാര്യത്തിൽ വളരെ കുറവാണ് എന്നുള്ളത് തന്നെയാണ് ഈ ആശങ്കപ്പെടുത്തുന്നതിനുള്ള പ്രധാന കാരണവും. എങ്ങനെയാണ് സമൂഹത്തിന് ഈ പേടി മാറ്റാൻ സാധിക്കുന്നത്? അത്രത്തോളം ഭയക്കേണ്ട ഒന്നാണോ ശരിക്കും ക്യാൻസർ? ക്യാൻസർ എന്ന് പറയുന്നത് ആർക്കും വരാവുന്ന ഒരു അസുഖമാണെന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അതായത് നിങ്ങൾ പറഞ്ഞ പോലെ കോശങ്ങളുടെ വളർച്ച അനിയന്ത്രിതമാകുമ്പോഴാണ് ക്യാൻസർ ഉണ്ടാകുന്നത്. അത് ഒരുപക്ഷെ പ്രായമാകുമ്പോൾ എല്ലാവർക്കും തന്നെ ഉണ്ടാകാം. ഉദാഹരണത്തിന് പ്രോസ്റ്റേറ്റ് ക്യാൻസർ എടുക്കുകയാണെങ്കിൽ ആണുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കാണുന്ന ഒന്നാണ്. 70 വയസ്സ് കഴിഞ്ഞ ആൾക്കാർ അവര് ഒരു ബയോപ്സി എടുത്താൽ 1/3 ആൾക്കാർക്ക് അതിൽ ക്യാൻസർ കോശങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ ചിലർക്കത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു, അപ്പൊ നമ്മൾ അറിയുന്നു. മറ്റുള്ളവർക്ക് ഒന്നും ഉണ്ടാകുന്നില്ല. അങ്ങനെ നമ്മുടെ തന്നെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു അസുഖമാണെന്ന് മനസ്സിലാക്കി തന്നെ കുറെയൊക്കെ പേടി മാറും. പിന്നെ ഇത് അപ്പൊ അങ്ങനെ ഒന്ന് മനസ്സിലാക്കി, അല്ലാതെ ഇത് എല്ലാ ക്യാൻസറും അപകടകാരി അല്ലെങ്കിൽ മരണത്തിന് കാരണമാകുന്നൊന്നുമല്ല. ശാസ്ത്രം കുറേയധികം മാറിയിട്ടുണ്ട്. പ്രാരംഭദശയിൽ കണ്ടെടുത്തി കഴിഞ്ഞാൽ മാറാവുന്ന ഒരു അസുഖമാണ് എന്ന രീതിയിലേക്ക് അതിനെ മാറ്റിയെടുക്കുകയാണ് നമ്മൾ വേണ്ടത്. ഇപ്പൊ ഈ പല ക്യാൻസറുകൾക്കും പല ലക്ഷണങ്ങളാണല്ലോ. ഈ പൊതുവെ ഒരു ലക്ഷണം നമുക്ക് പറയാൻ പറ്റുമോ? എല്ലാ ക്യാൻസറിനും ഒരുപോലെയുള്ളൊരു ലക്ഷണം അങ്ങനെ ഏതെങ്കിലും ഒന്ന് പറയാനുണ്ടോ? കാരണം ഏതൊരു അവയവത്തെ ബാധിക്കുന്നു അതിനനുസരിച്ചാണ് ക്യാൻസറിന്റെ ലക്ഷണം ഉണ്ടാകുന്നത്. ഉദാഹരണത്തിന് ഇപ്പൊ വായിലെ ക്യാൻസർ ആണെങ്കിൽ അത് വായിൽ ഒരു തടിപ്പായോ ബ്ലീഡിംഗ് ആയോ വരാം. ശ്വാസകോശത്തിലാണെങ്കിൽ ചുമയോ അല്ലെങ്കിൽ ബ്ലഡ് തുപ്പുന്നോ ആയി വരാം. കുടലിലാണെങ്കിൽ ബ്ലീഡിംഗ് ആയിരിക്കും. അങ്ങനെ ഏതൊരു അവയവത്തെ ബാധിക്കുന്നോ അവിടെ ഒരു മുഴ ഉണ്ടാകുന്നു, അതിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നു. അതാണ് ക്യാൻസറിന്റെ ഒരു പ്രാരംഭ ലക്ഷണം. പിന്നെ ക്യാൻസർ പല ഭാഗത്തേക്കും പടർന്നു കഴിഞ്ഞാൽ അവർക്ക് തൂക്കം കുറയുന്നത്, വിട്ടുമാറാത്ത പനി, ശരീരം ക്ഷീണിക്കുന്നത്, ഇങ്ങനെയുള്ള പൊതുവായ ലക്ഷണങ്ങൾ ഉണ്ടാകും. ഇപ്പൊ പലതരത്തിലുള്ള ക്യാൻസർ ഉണ്ടല്ലോ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ അതിൽ ഏറ്റവും ഗുരുതരമെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ക്യാൻസർ ഏതാണ്? അതുപോലെ ഏറ്റവും നന്നായി തന്നെ മാറ്റാൻ സാധിക്കും അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു ക്യാൻസർ ഉണ്ടോ? അത് ബുദ്ധിമുട്ടാണ്. കാരണം പലപ്പോഴും ചിലപ്പോൾ ചെറിയ തടിപ്പായിട്ട് ഒരു ബ്രസ്റ്റിൽ വരുന്ന ഒരു സ്ത്രീ ആയിരിക്കാം. പക്ഷെ അവരുടെ ക്യാൻസർ എന്ത് ചികിത്സ കൊടുത്താലും ചിലപ്പോൾ അത് സ്പ്രെഡായി പോകുന്നതാണ്. ചിലർക്ക് വരുന്ന സ്റ്റേജ് 4 ക്യാൻസർ ആയിരിക്കും. ഇപ്പൊ ലങ് ക്യാൻസർ എല്ലാം സ്റ്റേജ് 4 വന്നാൽ പല ഭാഗത്തും ഉണ്ടാകും. പക്ഷെ ഇമ്മ്യൂണോതെറാപ്പി പോലുള്ള ചികിത്സ രീതി വഴി എല്ലാ ഭാഗത്തും കുറയുന്നതാണ്. അപ്പൊ നമുക്ക് അങ്ങനെ ഈ ഒരു ക്യാൻസർ മാറുന്നത് ഇത് മാറുന്നില്ല അങ്ങനെ പറയുന്നത് പലപ്പോഴും ബുദ്ധിമുട്ടാണ്. കാരണം അത് ഓരോ വ്യക്തിയുടെയും അത് ട്രീറ്റ്മെന്റിനോട് എങ്ങനെ പ്രതികരിക്കുന്നു, മരുന്നുകളോട് അവരുടെ ശരീരം എങ്ങനെ അത് മരുന്നുകൾ എടുക്കുന്നു, ഇതനുസരിച്ച്. ഇപ്പൊ ഡോക്ടർ തന്നെ പറഞ്ഞു എല്ലാവർക്കും ആർക്ക് വേണമെങ്കിലും വരാൻ പറ്റുന്ന ഒരു അസുഖമാണ് ഈ ക്യാൻസർ എന്നുള്ളൊരു കാര്യം പറഞ്ഞു. അപ്പൊ എന്തൊക്കെ കാരണം കൊണ്ട് ഈ ക്യാൻസർ വരുന്ന അല്ലെങ്കിൽ ക്യാൻസർ വരാനുള്ള ഒരു സാധ്യതയായി പറയേണ്ടത് എന്ത് കാരണമാണ്? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആയുർദൈർഘ്യം കൂടുന്നതാണ്. കാരണം പ്രായമായവരിലാണ് ക്യാൻസർ കാണുന്നത്. ഈ നമ്മളൊരു 10-50 വർഷം കൊണ്ട് ശരീരത്തിൽ ഉണ്ടാകുന്ന ഈ ഒരു ഡാമേജ് ഒരു ഘട്ടത്തിൽ എത്തുമ്പോൾ അത് ക്യാൻസർ കോശങ്ങളായി മാറും. കാരണം കുറെയൊക്കെ ശരീരം തന്നെ ഈ ക്യാൻസറിന്റെ കോശങ്ങളെ പിടിച്ചു നിർത്തും. ചിലർക്ക് പ്രത്യേകിച്ചും പ്രായം കൂടുമ്പോൾ അത് സാധിക്കുന്നില്ല. അതാണ് ക്യാൻസറിലേക്ക് നയിക്കുന്നത്. അതാണ് ഒരു കാരണം. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ജീവിതശൈലിക്ക് ക്യാൻസറിനുമായിട്ടും ഒരു വലിയ ബന്ധമുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ സ്മോക്കിംഗ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അമിതമായ മദ്യപാനം, അതുപോലെ പൊണ്ണത്തടി, വ്യായാമം കുറയുന്നത്, ഇങ്ങനെയുള്ള ജീവിതശൈലിയിൽ വരുന്ന മാറ്റങ്ങളെല്ലാം തന്നെ ഈ കോശങ്ങളിലുള്ള ഒരു ഡാമേജ് കൂട്ടുകയും അത് ഭാവിയിൽ ചിലപ്പോൾ ക്യാൻസറിന് കാരണമാവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു നല്ലൊരു ജീവിതശൈലിയിലൂടെ മുമ്പോട്ട് പോകുന്നപ്പോഴും ക്യാൻസറിന്റെ റിസ്ക് കുറയ്ക്കുകയും ചെയ്യും. ഇപ്പൊ ഏത് ക്യാൻസറിനായാലും സ്റ്റേജ് 4 എത്തിയാലാണ് പിന്നെ ഒരു തിരിച്ചുവരവ് കുറവാണ് എന്നൊക്കെ കേട്ടിട്ടുള്ളത്. അപ്പോൾ ചികിത്സിച്ചാൽ ഫലം ലഭിക്കില്ല എന്നൊക്കെ പറയുന്നത് ഈ സ്റ്റേജ് 4 എൻ്റെ ഒരു അറിവ്. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? അല്ലെങ്കിൽ അവസാന സ്റ്റേജിൽ ചികിത്സ ഫലപ്രദമാവില്ല എന്നുള്ളതാണോ ആരുടെ കേസ് എടുത്താലും? അങ്ങനെയാണോ അത് കണക്കാക്കേണ്ടത്? അതങ്ങനെ പൂർണ്ണമായി പറയാൻ പറ്റില്ല. കാരണം ഉദാഹരണത്തിന്റെ ഈ ആദ്യം പറഞ്ഞ ലങ് ക്യാൻസറിന്റെ സ്റ്റേജ് 4 ഇമ്മ്യൂണോതെറാപ്പി കൊണ്ട് അസുഖം പൂർണ്ണമായി കുറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ എല്ലാവർക്കും പറയണമെന്നല്ല. ഇപ്പൊ നമ്മളൊരു 100 പേരെ എടുത്താൽ ഒരു 20-25 പേർക്ക് അത്രയും നല്ല റെസ്പോൺസ് മരുന്നുകളോട് കൊടുക്കാറുണ്ട്. പിന്നെ പറയുന്ന ഈ ഒരു മൈലോമയൊക്കെ ശരീരത്തിന് പല ഭാഗത്തും ഉണ്ടായിരിക്കാം. ബ്ലഡ് ക്യാൻസർ അത് വരുമ്പോൾ തന്നെ ശരീരത്തിലെല്ലാം ബ്ലഡ് ക്യാൻസറിന്റെ കോശങ്ങൾ ഉണ്ടാകും. ഇതെല്ലാം മരുന്നുകൾ നന്നായി പ്രതികരിച്ച് പൂർണ്ണമായി മാറ്റാൻ സാധിക്കുന്ന ഒന്നാണ്.
ഈ സ്റ്റേജിങ്ങിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു വളരെ സ്റ്റേജ് 1 ഒന്നാമത്തെ സ്റ്റേജിലൊക്കെ ആണെങ്കിൽ നമുക്ക് സർജറി ചെയ്ത് പൂർണ്ണമായി മാറ്റാൻ പറ്റും. സ്റ്റേജ് 2 ഒക്കെ അതിന് മുകളിലേക്ക് പോയാൽ പലപ്പോഴും കീമോതെറാപ്പിയോ റേഡിയേഷനോ എല്ലാം ആവശ്യം വരും. അങ്ങനെ എന്താണ് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത്, അതാണ് ഈ സ്റ്റേജിങ്ങിന് ഏറ്റവും മുഖ്യമായി നമ്മൾ നോക്കുന്ന ഒരു കാര്യം. അതല്ലാതെ മാറുന്നതും സ്റ്റേജും തമ്മിൽ ഒരു അഭേദ്യമായ ബന്ധമുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ഇത് കണ്ടെത്താൻ വൈകുന്നതാണല്ലോ സ്റ്റേജ് 4ലേക്ക് പലപ്പോഴും എത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ സ്റ്റേജ് 4 വരെ എത്തുന്നതിന് മുൻപ് എന്തെങ്കിലും ഒരു തരത്തിലുള്ള ലക്ഷണങ്ങൾ കണ്ടുവരുമോ, അങ്ങനെ എന്തെങ്കിലും നമുക്ക് പറയാൻ കഴിയുമോ? അത് വീണ്ടും ഏതൊരു അവയവത്തെ ബാധിക്കുന്നു അതിനനുസരിച്ചാണ് ലക്ഷണങ്ങൾ വരുന്നത്. ഇപ്പൊ ബ്രസ്റ്റിലാണെങ്കിൽ ചെറിയൊരു കടുപ്പായിരിക്കും. പക്ഷെ ആ ഒരു ചെറിയ കടുപ്പാകുമ്പോൾ ഇപ്പൊ നമ്മൾ കാണുന്ന പല രോഗികളും ഒരു 1-2 സെന്റിമീറ്റർ വലിപ്പമുള്ളപ്പോൾ തന്നെ മാമോഗ്രാമും ബയോപ്സി എല്ലാം എടുത്ത് ട്രീറ്റ്മെന്റിന് വേണ്ടി വരുന്നത് കാണാറുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ട്രീറ്റ്മെന്റിന്റെ ആ ഒരു തോത് കുറയും, അവർക്ക് ചെയ്യേണ്ട സർജറി കുറയും, കൊടുക്കേണ്ട കീമോ ചിലപ്പോൾ ആവശ്യം വരില്ല. അങ്ങനെയുള്ള കുറെ അഡ്വാൻറ്റേജിന്റെ ഏർലി ഒരു പ്രായപ്രദേശത്ത് കണ്ടെത്താൻ സാധിച്ചു. അപ്പൊ ഈ ലക്ഷണങ്ങൾ ചിലപ്പോൾ തടുപ്പായിരിക്കാം, ബ്ലീഡിങ് ആയിരിക്കാം, അല്ലെങ്കിൽ ഭക്ഷണം ഇറക്കുന്നതിൽ അല്ലെങ്കിൽ ചുമ, അങ്ങനെ ഏത് ലക്ഷണമായിരിക്കാം. ഏതൊരാൾക്ക് അതനുസരിച്ച് ലക്ഷണങ്ങൾ വരാം. അങ്ങനെ ആദ്യം തന്നെ വന്നു കഴിഞ്ഞാൽ, അതായത് ഇതൊരു പ്രത്യേകിച്ച് പ്രായമായവരാണെങ്കിൽ ഞങ്ങൾ ക്യാൻസർ വരാനുള്ള ചാൻസ് കൂടുതലുണ്ട്, പുകവലിക്കുന്നവരാണെങ്കിൽ ആ ചാൻസ് കൂടുതലുണ്ട്. അവരെല്ലാം മുമ്പേ ഒരു ഡോക്ടറെ അടുത്ത് പോയി ടെസ്റ്റുകൾ ചെയ്താൽ നമുക്ക് വേഗം കണ്ടെത്തുവാനും കുറഞ്ഞ ചികിത്സയോടെ തന്നെ മാറ്റുവാനും നമുക്ക് കഴിയും. ഇപ്പോൾ ക്യാൻസറുമായി ബന്ധപ്പെട്ട ഒരുപാട് മിഥ്യാധാരണകളൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതിലൊന്നാണ് ഈ നടുവേദന ക്യാൻസറിൻ്റെ ഒരു ലക്ഷണമാണോ എന്നുള്ളൊരു പലപ്പോഴും പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളതാണ്. അങ്ങനെയൊന്നും ഉണ്ടോ? ശരിക്കും നടുവേദന വരുന്നത് അത് ക്യാൻസറിൻ്റെ ഒരു ലക്ഷണമായിട്ടൊക്കെ പറയാനുണ്ടോ? വിട്ടുമാറാത്ത വേദന ശരീരത്തിന്റെ ഏത് ഭാഗത്താണെങ്കിൽ ഇപ്പൊ മജ്ജയിൽ വരുന്ന ക്യാൻസറിന്റെ ലക്ഷണമായിരിക്കാം. പക്ഷെ അതെല്ലാം അപൂർവമാണ്. ഇപ്പൊ നമ്മൾ 100 പേരെ എടുത്താൽ അവരിലിപ്പം ബേസിക്കലി ഇരുന്ന് ജോലി ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ വ്യായാമം കുറഞ്ഞവർക്കാണ് വേദന വരുന്നത്. നിങ്ങളൊരു 40 വയസ്സിന് മുകളിൽ 100 പേരോട് ചോദിച്ചാൽ മേ ബി 50% പേർക്ക് വേദന ഉണ്ടാവും. അപ്പൊ അവർക്കൊന്നും ക്യാൻസർ ഇല്ല, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതെല്ലാം ഒരു മസിൽ പെയിൻ കൊണ്ട് വരുന്നതാണ്. പക്ഷെ ഒരു പുതിയതായിട്ട് വേദനകൾ വരുന്നു, അതായത് ഒരു കുഴപ്പമില്ല പെട്ടെന്ന് വളരെ സിവിയർ ആയിട്ടുള്ള വേദന വരുന്നു, അല്ലെങ്കിൽ അവർക്ക് കാലിലോ മറ്റോ വീക്ക്നെസ് ഉണ്ടാകുന്നു, യൂറിനറി ബുദ്ധിമുട്ടുകൾ വരുന്നു. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാകുന്ന ഈ മാറ്റങ്ങളെല്ലാം ഒരു പക്ഷേ ക്യാൻസറിന്റെ ലക്ഷണങ്ങളാണ്. അപ്പൊ അതെല്ലാം നമ്മൾ സംശയിക്കുകയല്ല വേണ്ടത്. നമ്മൾ ആദ്യം ഒരു ഫിസിഷ്യനെയോ ഒരു ഓർത്തോഡോക്ടറെ കണ്ട് പരിശോധനകൾ ചെയ്യണം. അത് ചെയ്താൽ അവർക്ക് അറിയാം ഇതൊരു നോർമലാണോ അതോ ഒരു ഓൺകോളജിയിലേക്ക് നോക്കേണ്ടതാണോ എന്ന് ഒരു ഫിസിഷ്യനോ ഓർത്തോഡോക്ടറെ കണ്ട് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ കുറേ കാലം ഈ വേദനകൾ വരുമ്പോൾ അത് ചികിത്സിക്കണം, അല്ലെങ്കിൽ അത് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് എത്ര കാലത്തോളം ഈ വേദന വരുമ്പോഴാണ് നമ്മൾ അങ്ങനെ ഒരു സംശയം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡോക്ടറിനെ സമീപിക്കേണ്ടി വരുന്നത്? അതൊരു നമുക്ക് അങ്ങനെ പറയാൻ ബുദ്ധിമുട്ടാണ്. കാരണം എന്തായാലും ഏത് വിട്ടുമാറാതെ 1-2 മേ ബി 3-4 ദിവസം മരുന്ന് കഴിച്ച് കുറഞ്ഞില്ലെങ്കിൽ ഡോക്ടറെ കാണുക തന്നെ വേണം. അപ്പോഴവർ സാധാരണ ഇതിൽ പ്രാരംഭമായി എക്സ്റേ ചെയ്യും, ചിലപ്പോൾ MRI ചെയ്ത് നോക്കും. അപ്പൊ എനിക്ക് തോന്നുന്നു ആ ഒരു തീരുമാനം ഡോക്ടറാണ് എടുക്കേണ്ടത്. കാരണം അവർക്കറിയാം, കാരണം ഇതൊരു സാധാരണ ഒരു മസിൽ പെയിൻ ആണോ അഥവാ അതിലും ഒരു നമ്മൾ ഗൗരവപരമാണെന്നുള്ളത് ഡോക്ടറെ കണ്ടുള്ള തീരുമാനമാണ് എടുക്കാൻ. ഇപ്പോൾ എല്ലാ ക്യാൻസറിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളൊരു സമയം ഇല്ല, എന്നാലും കൂടുതലായി കണ്ടുവരുന്ന ക്യാൻസറുകളെ കുറിച്ചൊന്ന് പറയുമോ? അതും എത്രത്തോളം അപകടമാണ്, അതിന്റെ ലക്ഷണങ്ങൾ, അതെല്ലാം ഒന്ന് വിശദീകരിക്കും. കൂടുതലായിട്ട് കാണുന്നത് സ്ത്രീകൾക്കാണെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ ആണ് നമ്മൾ കൂടുതലായിട്ട് കാണുന്നത്. പിന്നെ പുരുഷന്മാർക്കാണെങ്കിൽ ലങ് ക്യാൻസർ, അല്ലെങ്കിൽ ഈ ടൊബാക്കോ കൊണ്ട് പുകവലിയുടെ യൂസ് കൊണ്ട് വരുന്ന വായിലെ ക്യാൻസർ, ശ്വാസകോശത്തിന്റെ ക്യാൻസർ, ഇതെല്ലാമാണ് നമ്മൾ കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ ഇപ്പൊ ബ്രസ്റ്റ് ക്യാൻസറിനെ പറ്റി പറഞ്ഞാൽ നമ്മൾ എല്ലാ വർഷവും നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് പിങ്ക് റിബൺ എല്ലാം നമ്മൾ ചെയ്യാറുണ്ട്. കാരണം അത് പുറത്ത് ഉള്ളൊരു തടിപ്പുകളൊക്കെ ആയതുകൊണ്ട് പലപ്പോഴും പെട്ടെന്ന് അറിയാൻ പറ്റും. പിന്നെ അതുപോലെ സ്ക്രീനിങ് ചെയ്യാവുന്ന ഒന്നാണ്. ഇപ്പോൾ സ്ക്രീനിങ് ആണ് നമ്മൾ പറയുന്ന ഒരു കാര്യം. എല്ലാ ക്യാൻസറിനും സ്ക്രീനിങ് ഇല്ല, പക്ഷെ ബ്രസ്റ്റ് ക്യാൻസർ നമുക്ക് സ്ക്രീൻ ചെയ്യാൻ പറ്റും. മാമോഗ്രാം പോലുള്ള ടെസ്റ്റുകൾ 50 വയസ്സിന് മുകളിൽ 2 വർഷത്തൊരിക്കൽ ചെയ്താൽ വളരെ ചെറിയ തടുപ്പുകൾ പോലും കണ്ടെത്തി അത് പ്രാരംഭദശയിൽ ചികിത്സിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ബ്രസ്റ്റ് ക്യാൻസറിന് സ്ക്രീനിങ് ഉണ്ട്. പിന്നെ കുടലിലെ ക്യാൻസറുകൾ സ്ക്രീനിങ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിനാണ് 50 വയസ്സിന് മുകളിലുള്ളവർ കൊളോണോസ്കോപ്പി പോലെ ടെസ്റ്റ് ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ അതുപോലെ സ്ക്രീനിങ്ങിൽ ഒന്നാണ് ഈ സെർവൈക്കൽ ക്യാൻസർ അഥവാ ഗർഭാശയ കളത്തിലെ ക്യാൻസർ. ഇതിനും ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് ഈ സ്മിയർ ടെസ്റ്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ പ്രാരംഭദശയിൽ ഈ സെർവൈക്കൽ ക്യാൻസർ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇത് 3മാണ് സ്ക്രീനിങ്ങിന് പറ്റുന്ന ക്യാൻസേഴ്സ്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഈ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ 30 വയസ്സും കൂടുതലുള്ള അല്ലെങ്കിൽ 35 വയസ്സ് കഴിഞ്ഞ ആളുകൾ എപ്പോഴും ഇങ്ങനെ ടെസ്റ്റുകൾ നടത്തണം, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റുകൾ നടത്തി എല്ലാം ക്ലിയർ ആണോ എന്ന് നോക്കണം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്.
അങ്ങനെ അത്തരത്തിൽ നോക്കുമ്പോൾ ഇപ്പോൾ ക്യാൻസർ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ സാധിക്കുന്നത്? എനിക്ക് തോന്നുന്നു ഈ ബ്രസ്റ്റ് ക്യാൻസർ ഒക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ വേദനകളില്ലാത്ത മുഴകളൊക്കെയാണ് ആണെങ്കിൽ പോലും ഈ ബ്രസ്റ്റ് ക്യാൻസറിന് കാരണമാകുമെന്ന് തോന്നുന്നു. അങ്ങനെ ആകുമ്പോൾ ഇത് പ്രത്യേകിച്ച് ഒരു സിംറ്റമോ അങ്ങനെ വേദനകളോ ഒന്നുമില്ലാതെ തന്നെ ക്യാൻസർ വരാനും സാധ്യതയില്ലേ? ക്യാൻസറിന് ഈ തടിപ്പുകളാണല്ലോ ക്യാൻസർ, ഈ കോശങ്ങൾ വളർന്ന് അമിതമായി വളർന്ന് ഒരവയവത്തിൽ പെരുകുന്നു. അപ്പൊ അത് പലപ്പോഴും ഏർലി സ്റ്റേജിലാണെങ്കിൽ വേദനയോ മറ്റൊന്നും ഉണ്ടാകണമെന്നില്ല. ഇപ്പൊ ബ്രസ്റ്റ് ക്യാൻസർ നമ്മൾ കാണുന്നത് ഇപ്പോൾ ഒരു 2 സെന്റിമീറ്റർ താഴെയാണ് ഒരു ഭൂരിഭാഗം ആൾക്കാരും വരുന്നത്. കാരണം അവർക്കത് പെട്ടെന്ന് ആൾക്കാർക്ക് അതിനെപ്പറ്റി അവയർനെസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അവരൊരു പ്രത്യേകിച്ച് 50 വയസ്സിന് മുകളിലാണെങ്കിൽ അവരൊരു മാമോഗ്രാം ചെയ്ത് പെട്ടെന്ന് അറിയാൻ പറ്റും. അപ്പൊ വേദന ഇല്ല എന്നതുകൊണ്ട് ഒരിക്കലും ഒരു ക്യാൻസർ അല്ല നമുക്ക് പറയാൻ പറ്റില്ല. അത് ഒരു എന്തെങ്കിലും പുതുതായ ഒരു ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ സംശയിക്കേണ്ടത് തന്നെയാണ്. അതുപോലെ തന്നെയാണ് ബ്ലീഡിങ്. ഇപ്പൊ പലപ്പോഴും ആൾക്കാർ മറ്റേ മോഷണൽ ബ്ലഡ് പോകും. പക്ഷെ പലപ്പോഴും ഒരു ഡോക്ടറെ കാണാനുള്ള മടി കൊണ്ട് ആൾക്കാർ അത് മറച്ചു വെക്കും. അവർ സ്വയം വിചാരിക്കും ഇത് പൈൽസ് ആയിരിക്കാം. പക്ഷെ പൈൽസ് ആകണമെന്നില്ല. കാരണം പൈൽസ് എന്ന് പറയുന്നത് ഒരു രക്തക്കുഴലുകൾ പൊട്ടുന്നതാണ്. ക്യാൻസർ വന്ന് തടിപ്പ് ഉണ്ടാകുന്നതാണ്. അപ്പൊ ഇത് ഏതാണെന്ന് അറിയണമെങ്കിൽ ഒരു സർജൻ ഉള്ളിൽ പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ. അപ്പൊ അങ്ങനെ നമ്മുടെ ശരീരത്തിൽ ഏതൊരു പുതിയ പ്രശ്നം വന്നാലും കൃത്യമായ ഒരു ഡോക്ടറെ കണ്ട് പരിശോധിച്ചാൽ മാത്രമാണ് ഇത് നോർമൽ ചേഞ്ച് ആണോ അതെയോ അത് ക്യാൻസറസ് ആയിട്ടുള്ള വ്യത്യാസമാണോ നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ ഇതിലൊരു ക്യാൻസർ വരാനുള്ള ഒരു ഏജ് അങ്ങനെ നമുക്ക് കണക്ക് കൂട്ടാനുണ്ടോ? കാരണം ഇപ്പൊ ഏതൊരു ചെറുപ്പക്കാർക്ക് കുട്ടികൾക്ക് ഇപ്പൊ ബ്ലഡ് ക്യാൻസറിനെ കാണാറുണ്ട്. ഇപ്പൊ 20കളിലാണെങ്കിൽ ലിംഫോമകൾ കാണാറുണ്ട്, ബോൺ ക്യാൻസേഴ്സ് കാണാറുണ്ട്. പക്ഷെ അപൂർവമാണ്. ഇപ്പോ ഈ പീഡിയാട്രിക് അല്ലെങ്കിൽ 18 വയസ്സിന് 100 ക്യാൻസർ എടുത്ത ഒരെണ്ണം മാത്രമാണ് കുട്ടികൾക്ക് വരുന്നത്. വളരെ അപൂർവമായി കാണുന്ന ഒന്നാണ്. ഒരു ഭൂരിഭാഗം വരുന്നത് 50-60 വയസ്സിന് മുകളിൽ തന്നെയാണ് ക്യാൻസർ നമ്മൾ കാണുന്നത്. പിന്നെ നമ്മൾ ഇതിൻ്റെ ചികിത്സാ രീതികളെ കുറിച്ച് വരുമ്പോൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഈ കീമോ, സർജറി, റേഡിയേഷൻ, അതൊക്കെ നമ്മൾ കേൾക്കുന്നൊരു കാര്യങ്ങളാണ്. അപ്പോൾ ഇത് ഏതൊക്കെ സ്റ്റേജിൽ ഏതൊക്കെ ചികിത്സ അതൊന്ന് വിശദീകരിക്കുമോ? അപ്പൊ ഒരു ക്യാൻസർ വന്നാൽ നമ്മളൊരു കുടലിലെ ക്യാൻസർ എടുത്ത് നോക്കിയാൽ ഒരു ബ്ലീഡിങ് വരുന്നു, ഒരു ഡോക്ടറെ കണ്ടു. അപ്പൊ നമ്മൾ അടുത്തതൊരു ബയോപ്സി ചെയ്യും, പിന്നെ നമ്മൾ സ്കാൻ എടുക്കുക. അപ്പൊ നമുക്കൊരു സ്റ്റേജ്, ഈ സ്റ്റേജ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഏത് ട്രീറ്റ്മെന്റ് വേണം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ സാധ്യത മെയിൻ ഉദ്ദേശം അതാണ്. ഇപ്പൊ കുറച്ചൊരു അഡ്വാൻസ്ഡ് ആയിട്ട് സ്റ്റേജ് ആണെങ്കിൽ, ഇപ്പോ ഈ രക്തത്തിൽ മലദ്വാരത്തിന്റെ അവിടെ വരുന്നെല്ലാം അഡ്വാൻസ്ഡ് ആണെങ്കിൽ പലപ്പോഴും നമ്മൾ ആദ്യമേ സർജറി ചെയ്യില്ല. അവർക്ക് കീമോതെറാപ്പി, റേഡിയേഷനും വഴി അത് ചുരുക്കിയിട്ട് മാത്രമാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാറ്. അങ്ങനെ വരുമ്പോൾ ബാഗ് വെക്കാനുള്ള സാധ്യതയെല്ലാം നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഈ കീമോതെറാപ്പി, റേഡിയേഷൻ, സർജറി, ഇത് 3 ചികിത്സാ രീതികളുണ്ട്. അപ്പൊ ഇതെല്ലാം ഒരു സ്കാൻ ചെയ്ത് ഒരു ടീം ഓഫ് ഡോക്ടേഴ്സിനെ നമ്മൾ കാണാൻ പറയും. അതാണ് നമ്മൾ മൾട്ടി ഡിസിപ്ലിനറി കെയർ ഒക്കെ പറയുന്നത്. കാരണം ഇതിൽ മെഡിക്കൽ, സർജിക്കൽ, ഓങ്കോളജിസ്റ്റ്, റേഡിയേഷൻ ഡോക്ടേഴ്സ് ഇവരെല്ലാവരും ഒരുമിച്ചൊരു ടീമായിട്ടുള്ള വേണം ഈ തീരുമാനം എടുക്കാനായിട്ട്. അതിനും പിന്നെ രോഗിയുടെ ഒരു ഹെൽത്ത് നാം നോക്കണം. ഇപ്പൊ 75 വയസ്സായ ഒരു സ്ത്രീ ആണെങ്കിൽ പലപ്പോഴും അവർക്ക് കീമോ ചെയ്യാനെല്ലാം ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മളിപ്പോ ആദ്യം നമ്മൾ ഓപ്പറേറ്റ് ചെയ്യും. അപ്പൊ അതെല്ലാം ഈ രോഗിയുടെ ഹെൽത്ത് ഇതെല്ലാം വെച്ചിട്ട് ഒരു അനലൈസ് ചെയ്തിട്ട് വേണം ഈ ട്രീറ്റ്മെന്റിലേക്ക് പോകാനായിട്ട്. ഇപ്പോൾ ഈ ചികിത്സകളൊക്കെ കഴിയുമ്പോൾ എന്തെങ്കിലും ഡയറ്റുകൾ നോക്കേണ്ടതായിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ തന്നെ എന്തൊക്കെ തരത്തിലുള്ള ഡയറ്റുകളാണ് നോക്കേണ്ടത്? ഈ ഭക്ഷണക്രമവും ക്യാൻസറും തമ്മിൽ ഒരു അഭേദ്യമായ ബന്ധമൊന്നുമില്ല. കാരണം അതെല്ലാം സമൂഹത്തിൽ പലതരം ഡയറ്റ് കഴിച്ചാൽ വരില്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അതിനൊന്നും നമുക്കൊരു സയന്റിഫിക് ആയിട്ട് ഇതുവരെ ഒരു പ്രൂഫ് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഹെൽത്തി ഡയറ്റ്, ഓരോ വീട്ടിലും ഓരോ തരം ഫുഡായിരിക്കും. അപ്പൊ എന്താണോ അവർ ശീലിച്ചു പോന്നിരിക്കുന്നത്, പിന്നെ എല്ലാവർക്കും അറിയാം ഈ ഹെൽത്തി എന്ന് പറയുമ്പോൾ ഇടയ്ക്ക് ഒരു റെഡ് മീറ്റ് കഴിക്കുന്നതല്ല പ്രശ്നം, സ്ഥിരമായി കഴിക്കുന്ന നല്ലതല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു നമ്മളൊരു ഹെൽത്തി എന്ന് നമുക്ക് അറിയുന്ന ഒരു ഡയറ്റായിട്ട് നമ്മൾ മുമ്പോട്ട് പോകണം. പിന്നെ ഡെഫിനറ്റ്ലി വ്യായാമം ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഓരോരുത്തർക്ക് ഓരോ വെയിറ്റ് ഉണ്ട്. അപ്പൊ ചിലരുടെ നോർമൽ വെയിറ്റ് 70 ആയിരിക്കും, ചിലരുടെ 50 ആയിരിക്കും. അപ്പൊ ഏതാണ് അവരുടെ ഒരു നോർമൽ വെയിറ്റ് അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ നമ്മൾ ശ്രമിക്കും. അതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ അല്ലാതെ ഒരു ഫുഡ് സപ്ലിമെന്റ്സോ അല്ലെങ്കിൽ ഒരു ഈ വരാതിരിക്കാനുള്ള ഒരു ഡയറ്റോ അങ്ങനെയൊന്നും ഇതുവരെ സയന്റിഫിക്കലി നമുക്ക് പ്രൂവൺ ആയിട്ടില്ല. ഇപ്പോൾ ഈ കീമോ, സർജറി അതൊക്കെ കഴിഞ്ഞ ഒരാൾക്ക് ഫാറ്റി ലിവർ വരാനുള്ള ഒരു സാധ്യതയുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അത് വരാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഫാറ്റി ലിവർ അഗൈൻ സംഭവിക്കുന്നത് കൊഴുപ്പ് അടിയുന്നതാണ്. ഇപ്പോൾ സമൂഹത്തിൽ വളരെ കോമൺ ആണ്. കാരണം എല്ലാവരും ഒന്നും അത്ര ഫിസിക്കൽ ആക്ടിവിറ്റി ഉള്ള ആൾക്കാരല്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ പലർക്കും കൊളസ്ട്രോൾ എല്ലാം ഉണ്ടാകും. അപ്പൊ ആ കൊഴുപ്പ് വന്ന് അടിയുന്നതാണ്. അത് കീമോ കൊണ്ട് വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഏത് മരുന്നുകൾക്ക് ആ ഒരു റിസ്ക് ഉണ്ട്, അല്ലെങ്കിൽ ആൾക്കാരുടെ ലൈഫ് സ്റ്റൈലിനെല്ലാം ആ ഒരു റിസ്ക് ഉണ്ട്. അപ്പൊ ഫാറ്റി ലിവർ നമുക്കൊരു അൾട്രാസൗണ്ട് വഴി അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ ബേസിക്കലി വേണ്ടത് കൊളസ്ട്രോളും ലൈഫ് സ്റ്റൈലും എല്ലാം കറക്റ്റായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുക. അതാണ് ഈ ഫാറ്റി ലിവർ മോശമാകാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത്.
ഇപ്പോൾ ഈ കീമോ ട്രീറ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഈ ട്രിപ്പ് പോലെയുള്ളത് ശരീരത്തിലേക്ക് മരുന്ന് കയറ്റുന്ന രീതിയാണെന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ ഇത് മാത്രമാണ് ഈ കീമോ എന്ന് പറയുമ്പോൾ ഗുളിക രൂപത്തിൽ എന്തെങ്കിലും മരുന്നുകൾ നൽകാൻ കഴിയുമോ? അതോ കീമോ അതുപോലെ തന്നെ ഈ കീമോ ചെയ്യുമ്പോൾ മുടി പോകുന്നു, ക്ഷീണിക്കുന്നു, അങ്ങനെ രുചിയില്ലായ്മ അങ്ങനെയെല്ലാം നമ്മൾ കാണുന്നുണ്ട്. അതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഈ കീമോതെറാപ്പി ഞങ്ങളെല്ലാം മെഡിക്കൽ ഓൺകോളജിസ്റ്റ് ആകുമ്പോൾ നമ്മുടെ ഏരിയ എന്ന് പറയുന്നത് കീമോതെറാപ്പിയാണ്, അല്ലെങ്കിൽ മരുന്നുകൾ വഴിയുള്ള ക്യാൻസർ ചികിത്സയാണ്. അതില് ഈ കീമോതെറാപ്പി നിങ്ങൾ പറഞ്ഞ പോലെ ട്രിപ്സ് ആണ് മുമ്പൊക്കെ ചെയ്തിരുന്നത്. ഇപ്പൊ നമുക്ക് ഗുളികളും കിട്ടുന്നുണ്ട്. അതും ഈ ഓരോ അസുഖത്തിന്റെ സ്റ്റേജിനനുസരിച്ചാണ് നമ്മൾ ഏത് മരുന്ന് വേണമെന്ന് തീരുമാനിക്കുന്നത്. ഇപ്പൊ ബ്രസ്റ്റ് ക്യാൻസറിന് ചെയ്യുന്ന ഒരുവിധം എല്ലാ കീമോ കൊണ്ടും മുടി പോകും. പക്ഷെ കുടലിലെ ക്യാൻസർ ചെയ്യുന്ന പല കീമോതെറാപ്പി കൊണ്ടും മുടി പോകില്ല. അത് ആ ഒരു ക്യാൻസറിൽ ഏത് മരുന്നാണ് ഇഫക്റ്റീവ് എന്നുള്ള പഠനങ്ങൾ വഴി തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. അതൊരിക്കലും ഒരു നമ്മൾ തീരുമാനിക്കുന്ന ഒരു കാര്യമില്ല. അതെല്ലാം സയന്റിഫിക്കലി ക്ലിനിക്കൽ ട്രയൽസ് നടത്തി ആയിരക്കണക്കിന് ആളുകളിൽ അത് നോക്കിയിട്ടാണ് ഈ മരുന്നുകളാണ് ഇഫക്റ്റീവ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് മാറ്റി അല്ലെങ്കിൽ അത് തിരഞ്ഞെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഒരു ഓൺകോളജിസ്റ്റിനും ഇല്ല. നമ്മളെല്ലാവരും പ്രോട്ടോകോൾ ഫോളോ ചെയ്ത് പോകണം, ആളുടെ ആരോഗ്യമനുസരിച്ച് പഠനം അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ സൈഡ് ഇഫക്ട്സ് എന്ന് പറയുന്നത് കുറഞ്ഞ രീതിയിൽ മരുന്ന് ഇപ്പോൾ വരുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല ഈ സൈഡ് എഫക്ട്സ് കുറയ്ക്കാൻ ഇപ്പൊ ആൾക്കാർക്ക് മുമ്പൊക്കെ ബ്ലഡ് കൗണ്ട് കുറഞ്ഞ് പനി വരുന്നത് വലിയ പ്രശ്നമായിരുന്നു. ഇപ്പൊ നമുക്ക് അതിനുള്ള വരാതെ അങ്ങനെ കുറയാതിരിക്കാൻ മരുന്ന് കൊടുക്കാൻ പറ്റും. അതുപോലെ വോമിറ്റിംഗ് കുറയ്ക്കാനുള്ള മരുന്ന് കൊടുക്കാൻ പറ്റും. അതുകൊണ്ടൊക്കെയാണ് പലപ്പോഴും നമുക്ക് കീമോതെറാപ്പി OPയിൽ ചെയ്ത് പോകാൻ സാധിക്കുന്നത്. മുമ്പെല്ലാം എല്ലാ കീമോതെറാപ്പിയും നമുക്ക് അഡ്മിഷൻ വേണ്ടി വന്നിരുന്നു. കാരണം അവരെല്ലാം വോമിറ്റ് ചെയ്യും, അപ്പോൾ ഡ്രിപ്പ് കൊടുക്കണം. ഇപ്പൊ അങ്ങനെയല്ല. ഈ വോമിറ്റിംഗ് കുറയ്ക്കാനുള്ള ഇഫക്റ്റീവ് മരുന്നുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഒരു 90% കീമോതെറാപ്പി നമുക്ക് OPയിൽ ചെയ്ത് പോകുന്ന രീതിയിൽ ഡേ കെയർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു ക്യാൻസറിനെ കുറിച്ചുള്ള ഈ ആശങ്ക ഏറ്റവും കൂടുതൽ ആളുകൾക്കുള്ളത് ഈ ഒരു ക്യാൻസർ ഒരു പാരമ്പര്യ രോഗമാണോ എന്നുള്ളൊരു സംശയത്തിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിപ്പോൾ അങ്ങനെ അതൊരു പാരമ്പര്യ രോഗമാണോ? അങ്ങനെയാണെങ്കിൽ തന്നെ ഇപ്പം ഒരേ ക്യാൻസർ തന്നെയായിരിക്കും അടുത്തൊരു ജനറേഷനിലുള്ള ആളുകൾക്കും വരുന്നത്. അപ്പോൾ അതിന്റെ കാരണം നമുക്ക് ക്യാൻസറിൽ സംഭവിക്കുന്ന DNA ഡാമേജ് ആണ് എന്ന് ആൾക്കാർക്ക് ഒരു കുറെ പേർക്ക് അറിയാം. അപ്പൊ ഈ DNA ഡാമേജ് സംഭവിക്കുന്നത് പലപ്പോഴും നമ്മുടെ ലൈഫ് സ്റ്റൈലും ഏജിങ് കൊണ്ടാണ്. പക്ഷെ ചിലർക്ക് ചില അപൂർവ സന്ദർഭങ്ങളിൽ ഈ ഡാമേജ് ആയ DNA പാരമ്പര്യമായിട്ട് അമ്മയിൽ നിന്ന് മക്കൾക്ക് കിട്ടും. അപ്പോൾ അല്ലെങ്കിൽ അച്ഛനും മക്കൾക്ക് കിട്ടും. അതിനാണ് നമ്മൾ പാരമ്പര്യ രോഗം നമ്മൾ പറയുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ഹെറിഡിറ്ററി ക്യാൻസേഴ്സ് എന്ന് പറയുന്നത് അത് അപൂർവമാണ്. അത് മേ ബി ലെസ് ദാൻ 5% ക്യാൻസേഴ്സ് മാത്രമാണ് ഇങ്ങനെ പാരമ്പര്യമായിട്ടുള്ള ഒരു DNA ഡാമേജ് പാസ് ഓൺ ചെയ്യുന്ന വഴി ഉണ്ടാകുന്നത്. അതും കൂടുതൽ കാണുന്നത് ഈ ബ്രസ്റ്റ് ക്യാൻസർ, ഒവേറിയൻ ക്യാൻസർ, അല്ലെങ്കിൽ കുടലിലെ ക്യാൻസർ, ഇങ്ങനെ ചില അപൂർവ ക്യാൻസേഴ്സ് മാത്രമാണ് അങ്ങനെ കാണാറുള്ളൂ. അതും എല്ലാ ബ്രസ്റ്റ് ക്യാൻസേഴ്സും അങ്ങനെയല്ല. ഒരു 5% താഴെ ചില ട്രിപ്പിൾ നെഗറ്റീവ് ക്യാൻസേഴ്സ്, പ്രായം കുറഞ്ഞവർക്ക് വരുന്ന ക്യാൻസേഴ്സ്, ഇവർക്കൊക്കെയാണ് നമ്മൾ ഈ ടെസ്റ്റുകൾ ചെയ്യാറുള്ളൂ. അങ്ങനെ വരുമ്പോൾ നമ്മൾ കാണാറുണ്ട് ഇങ്ങനെ ഒരു DNA ഡാമേജ് അവർക്കുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ ചില എന്താണ് പ്രതിവിധികളിൽ നിന്ന് നമ്മൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യാറുണ്ട്. അതൊരു കോമൺ അല്ല. 100 ക്യാൻസേഴ്സ് എടുത്താൽ മേ ബി ചില ക്യാൻസേഴ്സിന് മാത്രം, അതും ബ്രസ്റ്റിലും കുടലിലെല്ലാം വെറും 5% താഴെ മാത്രമാണ് ഇങ്ങനെ പാരമ്പര്യമായി പോകുന്ന ക്യാൻസേഴ്സ് നമ്മൾ കാണും. ഇപ്പോൾ നമ്മൾ നേരത്തെ റിക്കവറി സ്റ്റേജിലെ ഈ ഡയറ്റിനെ പറ്റി നമ്മൾ സംസാരിച്ചു. അങ്ങനെ പ്രത്യേകിച്ച് ഡയറ്റിന്റെ ആവശ്യമില്ല എന്ന് ഡോക്ടർ പറയുകയും ചെയ്തു. സ്പെഷ്യൽ ഡയറ്റ് ഒന്നുമില്ല, അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇവർക്ക് ദിനചര്യകൾ എങ്ങനെയാവണം? അതെങ്ങനെയാണ് ക്രമീകരിക്കേണ്ടത്? ഒരു റിക്കവറി സ്റ്റേജിലുള്ള ഒരു രോഗിയുടെ ദിനചര്യകൾ എങ്ങനെയാവണം? അതെങ്കിലും നമ്മൾ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ പോലെ തന്നെയാണ് ഈ ക്യാൻസറിന് വരുന്നത്. കാരണം ഈ ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ അതൊരു നോർമൽ ആളായി മാറുകയാണ്. അപ്പൊ ഈ ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് നാച്ചുറലി ബോഡി കുറച്ച് വീക്കായി കാണും, കീമോയും സർജറി എല്ലാത്തിന്റെ ഭാഗമായിട്ട്. അപ്പൊ അവർ പെട്ടെന്ന് പഴയ ആക്ടിവിറ്റീസിലേക്ക് പോകരുത് നമ്മൾ പറയും. സ്ലോലി ഇംപ്രൂവ് ചെയ്ത് വരിക. കാരണം ഓരോരുത്തരുടെയും കപ്പാസിറ്റി ഓരോ പോലെ ആയിരിക്കില്ല. ഇപ്പൊ ചിലര് ഫുള്ളി വളരെ ആക്റ്റീവ് ആണെങ്കിൽ പതുക്കെ പതുക്കെ അതിലേക്ക് തിരിച്ചു പോകുക. എന്തായാലും നമുക്ക് സെഡൻഡറി അല്ലെങ്കിൽ തീരെ വർക്ക് ചെയ്യാതിരിക്കുന്ന നല്ലതല്ല. അപ്പൊ ഒരു കൃത്യമായ വ്യായാമം നല്ല തന്നെ രാവിലെ വൈകുന്നേരം നടക്കുന്നത്, ആദ്യമായി ലൈറ്റ് എക്സസൈസ് തുടങ്ങുക, യോഗ പോലത്തെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. ഇതെല്ലാം ഒരു ബോഡിയിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു എൻവയോൺമെന്റ് ഉണ്ടാക്കാനായിട്ട് സഹായിക്കും. അങ്ങനെ റിക്കവറി സ്റ്റേജിലാണെങ്കിൽ പോലും അത് നേരത്തെ ഡോക്ടർ പറഞ്ഞതുപോലെ ഈ കാര്യങ്ങളൊക്കെ പഴയ കാര്യങ്ങളൊക്കെ വീണ്ടും ചെയ്തു തുടങ്ങുന്ന ഒരു സമയമാണ്. പക്ഷെ അപ്പോഴും ഒരു ക്ഷീണം ഒക്കെ വരാനുള്ള ഒരു സാധ്യതയുണ്ടോ? അപ്പോൾ അതിനെ എങ്ങനെ റിക്കവർ ചെയ്യാൻ പറ്റുന്നത്? അതെല്ലാം നമ്മൾ വളരെ ഒരു സ്ലോ ആയിട്ട് ഈവൻ കീമോതെറാപ്പി സമയത്ത് എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതിൽ തെറ്റൊന്നുമില്ല. അതിനൊക്കെ പഠനങ്ങൾ പറയുന്നതൊക്കെ നല്ലതാണെന്നാണ്. കാരണം ബോഡി ഫിറ്റ് ആയിട്ടിരിക്കുമ്പോൾ നാച്ചുറലി ബോഡിക്ക് അസുഖത്തെ കൂടുതൽ ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഓരോരുത്തരുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ചിട്ട് വേണം അത് മുമ്പോട്ട് പോകാനായിട്ട്. മേ ബി സ്പെസിഫിക് ആയിട്ട് ഒരു ട്രെയിനർക്കോ എല്ലാം അതിൽ സഹായിക്കാൻ പറ്റും. അങ്ങനെയുള്ളൊരു ഹെൽത്ത് അങ്ങനെയുള്ള എക്സ്പെർട്ട് എടുക്കുന്ന ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട്. ഡെഫിനറ്റ്ലി അവർക്ക് കുറച്ചും കൂടി പോസിറ്റീവായിട്ട് മുമ്പോട്ട് പോകാനും സാധിക്കും. ഇപ്പൊ അങ്ങനെയുള്ളവർക്ക് പനി വരുന്നത്, ചുമ വരുന്നത്, അതൊക്കെ നല്ലോണം സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണോ? മറ്റു അസുഖങ്ങളൊന്നും വരാതെ നോക്കണം അങ്ങനെയൊക്കെ പറയുമല്ലോ. പറഞ്ഞിരിക്കുന്ന ആൾക്കാരാകുമ്പോൾ ശ്രദ്ധിക്കണം.
പ്രത്യേകിച്ച് കീമോതെറാപ്പി ചെയ്യുമ്പോൾ വളരെ പ്രതിരോധശക്തി കുറയാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്ക് ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞാൽ സാധാരണ ആൾക്ക് വരുന്നതിനേക്കാളും നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് ആന്റിബയോട്ടിക്സും ബാക്കി മരുന്നുകളും വേഗം കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഇതുമായിട്ട് ചേർത്ത് ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കുകയാണ്. ഈ ക്യാൻസർ ചികിത്സയ്ക്ക് ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് രോഗികൾ ശ്രദ്ധിക്കേണ്ടത്? ക്യാൻസർ ചികിത്സയിൽ വേണ്ടത് നമ്മൾ കൃത്യമായ ഈ ടെസ്റ്റുകൾ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കണം. കാരണം അത് ചികിത്സ സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ ഏർലി സ്റ്റേജ് ആണെങ്കിൽ കൂടി അടുത്തൊരു 3 മുതൽ 5 വർഷം വരെ ആ ഒരു റിസ്ക് അവർ കൂടുതൽ തന്നെയാണ്. കാര്യം ചെറിയ ചെറിയ കോശം ബോഡിയിൽ കടന്ന് വീണ്ടും വളരാം. അപ്പൊ ആ ചെക്കപ്പുകൾ കറക്റ്റ് ആയിട്ട് ചെയ്യുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം. പിന്നെ നോർമൽ ലൈഫിലേക്ക് വരുന്നവരെ പോകാൻ ശ്രമിക്കുക. കാരണം അപ്പോഴാണ് ഈ ബോഡിയും മൈൻഡും ഫിറ്റ് ആയിട്ട് ഇരിക്കുന്നത്. പിന്നെ അനാവശ്യമായ പേടിയില്ല. ഇപ്പോൾ ഒരു ക്യാൻസർ ചികിത്സ കഴിഞ്ഞാൽ എല്ലാവരും പേടിയാണ്. ഇനി നാളെ ഒരു നാച്ചുറൽ ആണ്. അപ്പൊ അതിന് നമുക്ക് ആർക്കും ഉത്തരം തരാനില്ല. അപ്പൊ കാരണം നമ്മൾ പറയുന്നത് നിങ്ങളിപ്പോൾ അസുഖം മാറി നിങ്ങൾ നോർമൽ ആളാണ്. അപ്പൊ അതുകൊണ്ട് നോർമൽ ഒരു ലൈഫായിട്ട് പറ്റുന്നതിന് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ട, ഐ തിങ്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ളത്. ഇപ്പോൾ ഡോക്ടർ ഓങ്കോളജിസ്റ്റ് എന്ന രീതിയിലും കൂടെ ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ക്യാൻസർ ചികിത്സ അല്ലെങ്കിൽ ക്യാൻസർ ബാധിക്കുന്നവരുടെ എണ്ണം കൂടുന്നുണ്ട്? കാരണം കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു, കേരളത്തിൽ കൂടുതൽ ക്യാൻസർ രോഗികൾ കൂടുന്നു എന്നുള്ളൊരു ആശങ്കപ്പെടുത്തുന്ന ഒരു കണക്കൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ക്യാൻസർ രോഗികളുടെ ഒരു എണ്ണത്തിൽ വലിയൊരു വർധനമാണോ ഉണ്ടായിരിക്കുന്നത്? അല്ല, അത് ഈ പ്രായം കൂടുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതാണല്ലോ. അതായത് നാച്ചുറലി അപ്പൊ ഒരു ഏജിങ് പോപ്പുലേഷൻ ഭാഗത്ത് വരുന്നതാണ്. പിന്നെ മറ്റു സംഭവിക്കുന്നത് നമ്മൾ കൂടുതൽ കണ്ടുപിടിക്കും. ഇപ്പൊ മുമ്പൊക്കെ 30 കൊല്ലം മുമ്പൊക്കെ ആണെങ്കിൽ ഇത്രയും ടെസ്റ്റുകൾ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് നമുക്കില്ല. ഇപ്പൊ പലപ്പോഴും നമ്മൾ മുഴ വന്നു എന്തെങ്കിലും അറിയുന്നതിന് മുമ്പ് ചിലപ്പോൾ നമുക്ക് ആളെ നഷ്ടപ്പെടാറുണ്ട്. കാരണം ക്യാൻസർ കുറച്ച് ആഴ്ചകളോ മാസങ്ങളോ കൊണ്ട് പെട്ടെന്ന് സ്പ്രെഡ് ആവും. ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന അഡ്വാൻറ്റേജ് കുറേയധികം ക്യാൻസർ ഈ ടെസ്റ്റുകൾ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉള്ളതുകൊണ്ട് പലപ്പോഴും ഈ 1ാം സ്റ്റേജിനെ കണ്ടുപിടിക്കാൻ പറ്റുകയാണ്. മുമ്പ് 3-4ലേക്കും പോയിരുന്നെല്ലാം നേരത്തെ കണ്ടുപിടിച്ച് അവര് കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ക്യാൻസറിന്റെ എണ്ണം കൂടും. ഇപ്പൊ നമ്മൾ വെസ്റ്റിലൊക്കെ ആണെങ്കിൽ 1 ലക്ഷത്തിൽ എത്ര പേര് എന്നൊരു കണക്കുണ്ട്. അപ്പൊ അവിടുത്തെ ഇപ്പോഴും ഇന്ത്യയിലെല്ലാം ഒരു ഇനിയൊരു 2-3 ഇരട്ടി ചിലപ്പോൾ കൂടുതൽ ആൾക്കാരെ നമുക്ക് കണ്ടുപിടിക്കാം. കാരണം പലരുടെ ഉള്ളിൽ ഉണ്ടായിരിക്കാം, പക്ഷെ നമ്മളത് പല കാരണങ്ങളും അറിയുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ അത് കണ്ടുപിടിക്കുന്നതിൽ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. അങ്ങനെ കണ്ടുപിടിച്ച് നമുക്ക് ക്യൂർ ചെയ്യാനുള്ള വഴികൾ നമുക്കുണ്ട്. അപ്പോൾ ഈ പ്രായം കൂടുന്നതുകൊണ്ടും അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് കൊണ്ടും ക്യാൻസറിന്റെ എണ്ണം കൂടും എന്ന് തന്നെയാണ് എല്ലാ പഠനങ്ങളും കാണിക്കുന്നത്. പക്ഷെ അത് ഭയക്കേണ്ട ഒന്നല്ല. അതിന്റെ ആവശ്യം നമ്മൾ കൂടുതൽ അവെയർ ആവുക. അതിനെപ്പറ്റി ഇങ്ങനൊരു കാര്യം വരാം, കാരണം ഇങ്ങനെ ഒരു പ്രശ്നം ഇങ്ങനെയുള്ള വരികയാണെങ്കിൽ നമ്മൾ നേരത്തെ പോയി ടെസ്റ്റുകൾ ചെയ്യണം. അത് വളരെ മുഖ്യമാണ്. കാരണം അവിടെ നഷ്ടപ്പെടുന്നത് ചിലപ്പോൾ 1-2 ആഴ്ചകളോ അല്ലെങ്കിൽ മാസങ്ങളോ വളരെ ക്രിട്ടിക്കലായിരിക്കും. 1ാം സ്റ്റേജിൽ നിന്ന് 3ലേക്ക് പോകാം. 3ൽ വരുമ്പോൾ 90% പേര് മാറുന്നു. 3ലേക്ക് എത്തുമ്പോൾ അതൊരു 50% കുറയുകയാണ്. അപ്പൊ നമ്മൾ ആൾക്കാരോട് പറയേണ്ടത് നമ്മൾ പേടിക്കില്ല വേണ്ടത്. ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ ടെസ്റ്റ് ചെയ്ത് കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കുക. ഒരു ടീമിന്റെ അടുത്ത് പോകും, കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കിട്ടുന്ന ഈ പറഞ്ഞ മെഡിക്കൽ, സർജിക്കൽ, റേഡിയേഷൻ ഇവരെല്ലാം ഉള്ള ഒരു ടീം ഓഫ് ഡോക്ടേഴ്സിനെ കണ്ട് കൃത്യമായി ട്രീറ്റ്മെന്റ് ചെയ്യുക. അതാണ് നമുക്ക് വേണ്ടത്. അതാണ് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് നമുക്ക് ഡോക്ടർ പറഞ്ഞു തന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ക്യാൻസർ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു പേടിപ്പെടുത്തുന്ന ഒരു അസുഖം തന്നെയാണ്. പക്ഷേ അത് പേടിക്കേണ്ട ഒരു അസുഖമല്ല, ആർക്കും വരാം എന്നുള്ളത് തന്നെയാണ്. എല്ലാവരും അത് തന്നെയാണ് കരുതിയിരിക്കേണ്ടത് എന്നുള്ളതാണ് ഡോക്ടർ പറയുന്നത്. കൃത്യമായ രീതിയിൽ തന്നെ അത് ഡയഗ്നോസ് ചെയ്യുകയും കൃത്യമായ തന്നെ ചികിത്സാ രീതികളിലൂടെയും ക്യാൻസറിനെ ഇല്ലാതാക്കാം എന്നുള്ളത് ആണ് നമുക്ക് ഡോക്ടർ പറഞ്ഞത്. ഡോക്ടർ വളരെ നന്ദി അതിഥിയായി എത്തിയതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.